ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച 1 കോടി രൂപ ബാങ്കിൽ തിരിച്ചടയ്ക്കാനുള്ള CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ശ്രമം ആദായനികുതി വകുപ്പ് തടഞ്ഞിരുന്നു. പണം കണക്കിൽപ്പെടാത്തതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആദായനികുതി വകുപ്പ് നടപടി സ്വീകരിച്ചത്. എന്നാൽ അക്കൗണ്ട് വിവരങ്ങൾ ചേർക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടിലെ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയത് ബാങ്കിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചയാണെന്ന് പാർട്ടി സെക്രട്ടറി MM വർഗീസ് ആരോപണം ഉന്നയിച്ച് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതിൽ ബാങ്ക് ഓഫ് ഇന്ത്യ CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയോട് ക്ഷമ ചോദിച്ചുവെന്നാണ് സെക്രട്ടറി പറഞ്ഞത്. പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയത് കാരണമാണ് CPMനെതിരായ ആദായനികുതി വകുപ്പ് നടപടി സ്വീകരിച്ചത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ തങ്ങളെ വേട്ടയാടുന്നതെന്ന് CPM ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. പാൻ നമ്പറിലെ ഒരക്ഷരമാണ് മാറിയത്. തെറ്റായി ഉൾപ്പെടുത്തിയത് മാറ്റി ക്രമീകരിക്കാനുള്ള അധികാരം ആദായനികുതി വകുപ്പിനുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ അക്കൗണ്ട് മരവിപ്പിക്കുകയായിരുന്നു. ഇത് രാഷ്ട്രീയ പകപോക്കലായാണ് CPM കാണുന്നത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള പുറപ്പാടിലാണ് പാർട്ടി. പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയ കാര്യം ബോധ്യപ്പെട്ടപ്പോൾ അത് തിരുത്താൻ ബാങ്ക് അധികൃതർ ശ്രമിച്ചു. പിന്നീട് ഇക്കാര്യം ആദായനികുതി വകുപ്പിനെ അറിയിക്കുകയും ചെയ്തു. അക്കൗണ്ട് വിശദമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്നിരിക്കെ സുരേഷ് ഗോപിയുടെ സ്നേഹവും CPMനോടുള്ള വിരോധവും മൂലം ആദായനികുതി വകുപ്പ് അനങ്ങിയില്ല എന്നുള്ള കടുത്ത ആരോപണങ്ങളാണ് CPM ഇപ്പോൾ ഉന്നയിക്കുന്നത്. ആദായ വകുപ്പിന്റെ ഈ അതിരുവിട്ട നടപടി നിയമപ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നറിഞ്ഞതോടെ പിൻവലിച്ച പണം തിരികെ നിക്ഷേപിക്കാൻ ബാങ്ക് അധികൃതരും ആദായനികുതി വകുപ്പും CPIM ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടത്. പാൻ നമ്പറിൽ ഓഡിറ്റിംഗും റിട്ടേൺ സമർപ്പിക്കലും പാർട്ടി നടത്താറുണ്ട്. പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള ഏക പാൻ നമ്പറാണിത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ബാങ്കിൽ നിന്ന് 1 കോടി രൂപ പണമായി പിൻവലിച്ചത് മുതലാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ വലിയ തുക പിൻവലിച്ചാൽ ആദായനികുതി വകുപ്പിനെ അറിയിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. അതുപ്രകാരം ബാങ്ക് അധികൃതർ വകുപ്പിനെ വിവരമറിയിച്ചു. ഇതോടെയാണ് പാർട്ടിയുടെ അക്കൗണ്ട് യഥാർത്ഥ പാൻ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടില്ലെന്നും കോടികളുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നും ആദായനികുതി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ഇതോടെ ഈ അക്കൗണ്ട് അനധികൃതമാണെന്നും ഇടപാടുകൾ നടന്നതിൽ കണക്കിൽ കാണിക്കാത്ത പണമുണ്ടെന്നും വിലയിരുത്തി ഉടൻ അക്കൗണ്ട് മരവിപ്പിക്കുകയായിരുന്നു. മരവിപ്പിച്ച പാർട്ടി അക്കൗണ്ടിലേക്ക് അനുമതിയില്ലാതെ പണമിടാൻ സ്വകാര്യ കാറിലാണ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയത്. ഇവരുടെ പദ്ധതി ആദായനികുതി വകുപ്പ് അറിയാതെ പണം നിക്ഷേപിക്കാനായിരുന്നു. ആ നീക്കത്തിനാണ് തിരിച്ചടി നേരിട്ടത്. അതേസമയം പാർട്ടി നേതാക്കൾ പറയുന്നത് നിയമോപദേശം കിട്ടിയതിനു ശേഷമാണ് പണം നിക്ഷേപിക്കാൻ എത്തിയതെന്നാണ്. മുൻപ് പിൻവലിച്ച 1 കോടി രൂപയിൽപ്പെട്ട അതേ നോട്ടുകളാണ് CPM നേതാക്കൾ ചൊവ്വാഴ്ച തിരികെ നിക്ഷേപിക്കാനായി കൊണ്ടുവന്നത്. അതേ നോട്ടുകളാണെന്ന് ഉറപ്പാക്കി ജില്ലാ സെക്രട്ടറി MM വർഗീസിനോട് ആദായനികുതി വകുപ്പ് അധികൃതർ ഒപ്പിട്ടു വാങ്ങി. എന്നാൽ ബാങ്കിനും കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും പറ്റിയ പിഴവ് ഇരുകൂട്ടരും കൂടി തിരുത്താൻ വേണ്ടി നടത്തിയ ശ്രമത്തെ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു എന്നാണ് CPM ഉന്നയിക്കുന്ന ആരോപണം. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുൻപായതിനാൽ CPMനെ വെട്ടിലാക്കാമെന്നും ആരോപണം മുന്നിൽ നിർത്താമെന്നുമുള്ള ആദായനികുതി വകുപ്പിന്റെ ഗൂഢാലോചനയാണ് ഇതോടെ പുറത്തുവരുന്നതെന്നുള്ള കടുത്ത ആരോപണങ്ങളാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. അതേസമയം CPMന്റെ ബാങ്ക് അക്കൗണ്ടുകൾ സുതാര്യവും നിയമാനുസൃതവും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്നതാണെന്നാണ് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറഞ്ഞത്. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയെ കേന്ദ്ര അധികാരം ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി ചെലവുകളും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പിൻവലിച്ച തുക വിനിയോഗിക്കാൻ കഴിയാത്തതും അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി. അനധികൃത അക്കൗണ്ടിൽ കോടികളുടെ നിക്ഷേപമുണ്ടെന്ന മറ്റു പാർട്ടികളുടെ പ്രചാരണവും CPMന്റെ പ്രതിച്ഛായ മോശമാക്കി. എന്നാൽ സത്യങ്ങൾ മറച്ചുവെച്ച് CPIMനെതിരെ മാധ്യമവേട്ട നടക്കുകയായിരുന്നുവെന്നാണ് CPM പറയുന്നത്. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് കേന്ദ്ര ഏജൻസികൾ നടത്തിയ CPIM ജില്ലാ കമ്മിറ്റിയുടെ ഈ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കൽ. EDക്ക് വേണ്ടി ദല്ലാൽ പണി നടത്തുകയായിരുന്നു ആദായനികുതി വകുപ്പെന്നും അടക്കമുള്ള രൂക്ഷമായ ആരോപണങ്ങളാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. പണം പിൻവലിച്ചത് തെറ്റായ നടപടിയാണെന്ന് ആദായനികുതി ഉദ്യോഗസ്ഥർ വ്യാഖ്യാനിച്ച് അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിക്കുകയും പിൻവലിച്ച പണം ചെലവാക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. നിയമാനുസൃതമായി നടത്തിയ ഇടപാടിൽ പണം ചെലവാക്കുന്നത് തടയുന്നതിന് ആദായനികുതി ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ല. അതുകൊണ്ട് തന്നെ അനധികൃത ഉത്തരവ് പാലിക്കേണ്ടതില്ല എന്ന് ബോധ്യമുണ്ടായിട്ടും പണം ചെലവാക്കാതെ ഓഫീസിൽ വെച്ചത് തിരഞ്ഞെടുപ്പ് വേളയിൽ അനാവശ്യമായ ഒരു മാധ്യമ കോലാഹലം ഉണ്ടാകരുതെന്ന് കരുതി മാത്രമാണെന്നാണ് MM വർഗീസ് നൽകിയ വിശദീകരണം. ജില്ലയിൽ CPMന് 20,120 ബ്രാഞ്ചുകളിലായി 48,315 പാർട്ടി അംഗങ്ങളുണ്ട്.
അംഗങ്ങളുടെ എല്ലാം അന്നത്തെ ഫീസും പൊതുജനങ്ങൾ നൽകുന്ന സംഭാവനയുമാണ് പാർട്ടിയുടെ ഏക സാമ്പത്തിക സ്രോതസ്സെന്നും എം വർഗീസ് പറയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ സെക്രട്ടറി എം വർഗീസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പെന്നാണ് അറിയപ്പെടുന്നത്. പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയ്ക്ക് പുറമെ വൻ തട്ടിപ്പ് വിവരം പുറത്തുവരികയായിരുന്നു. 2021 ജൂലൈ 21 ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയെ തുടർന്നാണ് ഇരിങ്ങാലിക്കുട പോലീസ് കേസെടുത്തത്. കരുവന്നൂർ ബാങ്ക് പതിറ്റാണ്ടുകളായി CPM നിയന്ത്രണത്തിലാണ്. പല CPM നേതാക്കളും ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നു എന്നതടക്കം വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. തൃശൂർ ജില്ലയിലെ 17 ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ 25 അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിലായി CPMനുണ്ട്. കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് കേസിൽ ED കണ്ടുകിട്ടിയ തുകയിൽ നിന്നും നിക്ഷേപിച്ച പണം മടക്കി നൽകണമെന്ന് നിക്ഷേപകന് ഹർജിയിൽ പ്രതികൾക്ക് സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് കൈമാറി. കേസിലെ 54 പ്രതികൾക്കാണ് സാമ്പത്തിക കുറ്റവിചാരണ കോടതി ED നേരത്തെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് നൽകിയത്. കണ്ടുകെട്ടിയ തുകയിൽ നിന്നും നിക്ഷേപകർക്ക് നൽകാമെന്നാണ് EDയുടെ സത്യവാങ്മൂലം. CPMന്റെ അക്കൗണ്ട് മരവിപ്പിച്ചത് രാഷ്ട്രീയ പകപോക്കലെന്ന് വിലയിരുത്തി നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പാർട്ടി.